ഹലോ ഗായ്സ്, അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ ഇന്നൊരു Q&A ചെയ്യാൻ പോണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ Q&Aയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് വരുന്ന ഒന്നാമത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിലുള്ള ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ഞാനൊരു ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ടാണ് ആൻസർ ചെയ്യുന്നത്. മാത്രമല്ല അതിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ഉണ്ടായിരുന്നത് ഫേസ് റിവീലിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഫേസ് റിവീലും കൂടെ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. പട്ടു കൂടി ഇരുന്ന് അടുത്ത വോയിസ് ഓവറൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ നേരമായി, ഏകദേശം 1 മണിക്കൂറോളം ഉണ്ട്. അപ്പോൾ കണ്ടു നോക്കാം, നമുക്ക് മീറ്റ് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പോൾ ഞാനാണ് കടലി ക്ലൗഡ്. യൂട്യൂബിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫേസ് ഒക്കെ കാണിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നാണോ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ Q&A ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 2 months ആയി. എന്നിട്ട് ഞാൻ ഒരു Q&A അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു Q&A ആണ്. ഞാനൊരു 100K ആയതിനു ശേഷമുള്ള ഒരു Q&A ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ Q&A പോസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 500-600 ക്വസ്റ്റ്യൻസോളം കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം ഇന്ന് ആൻസർ ചെയ്യാം. ഇവിടെ ഭയങ്കര ചൂടാണ്, അൺസൈക്കബിൾ. അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. ഞാൻ മുകളിലിരുന്ന വോയിസ് റെക്കോർഡ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ്. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ വോയിസ് ഒന്നും ക്ലിയർ ആയിട്ട് വരികയില്ല. നടക്കൂല ഗൈസ്. എസ്തെറ്റിക്സ് ഒക്കെ നോക്കിയിട്ട് മുടിയും വിരിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇരിക്കുകയുള്ളൂ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഓണം ഷോപ്പിങ്ങിന് പോയ സമയത്ത് വാങ്ങിച്ച സംഭവമാണ്. ഈ ചൂടത്ത് കുറെ നേരം ഞാനിരുന്നാൽ ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ ഇവിടേക്ക് ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വേഗം Q&A ചെയ്യാം. അപ്പോൾ എൻ്റെ നെയിം ചോദിച്ചിട്ടുണ്ട്. എൻ്റെ നെയിം ആര്യ എന്നാണ്. കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. കുറേ പേര് ചേച്ചിയുടെ നെയിം എന്താന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ അവരുടെ കമൻ്റ് ഒക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ആര്യ എന്നാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എൻ്റെ ഏജും ബർത്ത്ഡേ ഒക്കെ ചോദിച്ചിട്ടുള്ളത്. എൻ്റെ ഏജ് 21 ആണ്. എൻ്റെ ബർത്ത്ഡേ Jan 3 ആണ്. അപ്പോൾ അടുത്ത Jan 3 വരുമ്പോൾ എനിക്ക് 22 years ആവും. എൻ്റെ അമ്മയുടെയും ബർത്ത്ഡേ ഒക്കെ ഒരേ ദിവസമാണ്. പിന്നെ പ്ലേസ്, സിബ്ലിങ്സ്, ഫാമിലി ആരാ, പട്ടു എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്ലേസ് പാലക്കാടാണ്. പാലക്കാട് ചിറ്റൂരാണ് എൻ്റെ പ്ലേസ്. പിന്നെ സിബ്ലിങ്സ് പറയാനായിട്ട് എനിക്കൊരു അനിയത്തിയാണ് ഉള്ളത്. ബൈ. പിന്നെ എൻ്റെ സിബ്ലിങ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. എനിക്ക് സിബ്ലിങ്സ് എന്ന് പറയാനായിട്ട് ആകെ ഒരു അനിയത്തിയാണ് ഉള്ളത്. പട്ടു എന്നാണ് പേര്. കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. പട്ടു ഞാനും ഏകദേശം ഒരു 20 years ഏജ് ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഫാമിലി എന്ന് പറയാനായിട്ട് അച്ഛൻ, അമ്മ, അനിയത്തി, അപ്പൂപ്പൻ, അമ്മൂമ്മയൊക്കെയാണ്. ഞാൻ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കൂടെയാണ് സ്റ്റേ ചെയ്യുന്നത്. പിന്നെ സ്റ്റഡീസ്, ഗ്രാജുവേഷനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു, കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഇപ്പോൾ കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ പുതിയൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. UI/UXൻ്റെ ഓൺലൈൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു. ഗ്രാജുവേഷൻ കഴിഞ്ഞ മാസമായിരുന്നു. ഞാൻ ഏതൊരു വീഡിയോയിൽ എൻ്റെ ഗ്രാജുവേഷനാണ് ഓൾ ദി ബെസ്റ്റ് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണ്. പക്ഷെ ഞാൻ എന്ത് വാങ്ങി വന്നു കഴിഞ്ഞാലും അവസാനം പിങ്ക് എന്നുള്ള മയമായിരിക്കും. ഡു യു ഹാവ് 2-wheeler or 4-wheeler ലൈസൻസ്? എനിക്ക് കുറേ ക്വസ്റ്റ്യൻസിൻ്റെ പ്രസക്തി എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ എല്ലാ ക്വസ്റ്റ്യനും അങ്ങോട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. 2-wheeler 4-wheeler ഉണ്ട്, രണ്ടും ഉണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ കാറാണ് ഓടിക്കാറ്. പിന്നെ ലൈഫ് പാർട്ട്ണർ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് എനിക്ക് 21 വയസ്സായിട്ടുള്ളൂ. എനിക്ക് കല്യാണപ്രായമൊന്നും ആയിട്ടില്ല. ഞാൻ ഭയങ്കര യങ്ങാണ്. എന്നെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ അങ്ങനെ ആരോടും അധികം അങ്ങോട്ട് സംസാരിക്കുന്ന ആളല്ല. പക്ഷെ ഞാൻ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ സംസാരം നിർത്താറില്ല. അതുകൊണ്ട് തന്നെ Q&A ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് തവണ ടേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു, എൻ്റെ ചാനൽ തന്നെ അല്ലേ, നിങ്ങൾ തന്നെ അല്ലേ, ഞാൻ എന്തിനും ഇത്ര ഓവറാക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു എൻ്റെ സ്വഭാവം എന്താണോ ആ സ്വഭാവത്തിൽ തന്നെ നമുക്ക് Q&A ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ചാനൽ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ റീസൺ എന്ന് പറയാനാണെങ്കിൽ മെയിനായിട്ട് എനിക്ക് പണ്ട് മുതൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് യൂട്യൂബ് ചാനൽ എന്നുള്ള രീതിയിലൊന്നുമല്ല. പക്ഷെ ഞാൻ കുറേ അബ്രോഡ് ചാനൽസ് ഒക്കെ പണ്ട് പോലെ ചെറുപ്പം പോലെ കാണുമായിരുന്നു. അപ്പോൾ അതേപോലെ എനിക്കും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ +1 +2 പഠിക്കുന്ന സമയത്ത് +1 മുതലേ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ആ സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, എന്തിനാ യൂട്യൂബ് തുടങ്ങണം, നീ യൂട്യൂബ് തുടങ്ങുകയാണെങ്കിൽ വെറൈറ്റി കണ്ടന്റ് കൊണ്ടുവരണം. എൻ്റെ കണ്ടന്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്തെറ്റിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസ്, അങ്ങനത്തെ സംഭവമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തിനാ നീ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ നോക്ക്, വെറൈറ്റി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ കയറും എന്നൊക്കെ. അങ്ങനെ വെറൈറ്റി നോക്കിയിട്ട്
വെറൈറ്റി ഒട്ടും നടന്നുമില്ല. ആ സമയത്ത് ഞാൻ യൂട്യൂബ് തുടങ്ങിയില്ല. അവസാനം ഞാൻ എഞ്ചിനീയറിംഗിന്റെ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് യൂട്യൂബ് ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. മിണ്ടാതെ ആ സാധനം ഞാൻ +1 തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആരായി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇത് എന്നെ അറിയുന്നവർക്ക് അറിയായിരിക്കും, എനിക്ക് ഇഷ്ടംപോലെ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അതായത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസും കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ എന്നാലും ഞാൻ ചുമ്മാ എന്തെങ്കിലുമൊക്കെ തുടങ്ങി എന്തെങ്കിലുമൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. കുറേയൊന്നും എനിക്ക് എന്താ പേര് പോലും ഓർമ്മയില്ല, കുറേയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ചിലതൊക്കെ ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു ചാനലാണ് നമ്മുടെ കടൽ ക്ലൗഡ്. പിന്നെ യുവർ ഇൻസ്പിറേഷൻ ടു സ്റ്റാർട്ട് ദിസ് ചാനൽ. ഇൻസ്പിറേഷൻ ഞാൻ പറഞ്ഞല്ലോ, പണ്ട് ഞാൻ കുറേ അബ്രോഡ് ചാനൽസും കാര്യങ്ങളൊക്കെ കാണുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് യൂട്യൂബിലോട്ട് വന്നത്. പിന്നെ ഇൻസ്പിറേഷൻ ഫോർ ദിസ് ചാനൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഇൻസ്പിറേഷനും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ചെറുപ്പം പോലെ എനിക്ക് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് വെറുതെ ഇരിക്കുമ്പോൾ ക്രാഫ്റ്റ് ചെയ്യാറില്ല. പക്ഷെ നാളെ എക്സാം ആണെങ്കിൽ ഇന്ന് രാത്രി ഇരുന്ന് പേപ്പർ എടുത്ത് വെട്ടുന്നു, കുത്തുന്നു, ആ പരിപാടി ഞാൻ പണ്ടുപോലെ ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ക്രാഫ്റ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പണ്ടുപോലെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് പറ്റിയ നമുക്കൊരു ഇതുണ്ടല്ലോ, എസ്തെറ്റിക് സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു ഉള്ള എസ്തെറ്റിക്സ് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഐഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ എൻ്റെ ഓൺ പൈസ യൂട്യൂബ് മണി കൊണ്ട് തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആ ഒരു പൈസ നമ്മൾ യൂട്യൂബിൽ തന്നെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഐഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു റിയൽ വേൾഡ് കണ്ടന്റ് ഉണ്ടാക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ക്രാഫ്റ്റ് നീഷ് ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഫേവറേറ്റ് കമന്റ് എന്ന് പറഞ്ഞാൽ കുറേ ഫേവറേറ്റ് കമന്റ്സ് ഉണ്ട്. കുറേയൊക്കെ ഞാൻ നല്ല രീതിയിൽ മൊത്തം ഇരുന്ന് വായിച്ച് എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നും. പിന്നെ വേറെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറയാനാണെങ്കിൽ കുറേ അമ്മമാരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. അമ്മമാർ മെസ്സേജ് അയച്ചിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു ആൻറ്റി മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവർ ആഫ്രിക്കയിലാണ്, അവര് വെക്കേഷന് വേണ്ടി വന്നതാണ്, അപ്പൊ നല്ല ചാനലാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ടാവും. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ വേറൊരു ആൻറ്റി, ഒരു മോള് സ്റ്റിക്കേഴ്സ് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് അവർ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. പിന്നെ ഫേവറേറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പണിയെടുക്കാനൊന്നും വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന ഫേവറേറ്റ് വർക്ക് എന്ന് പറഞ്ഞിട്ട് പറയാനായിട്ട് ഒന്നുമില്ല. പിന്നെ എനിക്ക് ക്ലീൻ ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ അങ്ങനത്തെ വർക്കാണെങ്കിൽ ക്ലീൻ ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ അതല്ലാതെ പ്രൊഫഷണൽ വർക്കൊക്കെയാണ് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ടന്റ് ക്രിയേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അതല്ലാതെ കുത്തിയിരുന്ന് പണിയെടുക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. ചാനൽ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റും ഫസ്റ്റ് വീഡിയോ ഡേറ്റും. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ജൂൺ 20-നാണ്. ജൂൺ 20-ന് സ്റ്റാർട്ട് ചെയ്തു. ജൂൺ 21-നാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. അപ്പോൾ 3 മാസം ആവാറായി. 3 മാസം ആയി. ഇന്ന് എത്ര ഡേറ്റ്? ഇന്ന് 19. അപ്പോൾ 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മാസമായി. പിന്നെ ഫസ്റ്റ് സാലറി. ഞാനിതൊരു ജോലിക്കൊന്നും കയറിയിട്ടില്ല, ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്നാലും എൻ്റെ ഫസ്റ്റ് സാലറി എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലിൽ നിന്നുള്ള റവന്യൂ ആണ്. ഇതിന്റെ മുമ്പത്തെ ചാനൽ, എൻ്റെ വേറൊരു ചാനൽ ഓൾറെഡി മോണിറ്റൈസ്ഡ് ആണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പൈസയാണ് എൻ്റെ ഫസ്റ്റ് എവർ സാലറി. അത് എനിക്ക് ലാസ്റ്റ് ഇയർ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് കമന്റ്. നമ്മൾ ഒരാൾ ഓൺലൈനിൽ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ എന്തായാലും നെഗറ്റീവ് കമന്റ് ഉണ്ടാവും. ആകെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഫസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാം തലയിൽ കയറ്റും, നല്ലപോലെ തലയിൽ കയറ്റി വെക്കും. അതായത് പ്രത്യേകിച്ച് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ എന്നാലും ആരെങ്കിലും ഒരാൾ നെഗറ്റീവ് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം മൊത്തം കരിയും. ആ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആയിരുന്നു. പിന്നെ കുറേ പേര് ആവശ്യമില്ലാതെ നെഗറ്റീവ് അറ്റൻഷന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ നെഗറ്റീവായിട്ട് കമന്റ് ചെയ്യും. അപ്പം നെഗറ്റീവായിട്ട് കമന്റ് ചെയ്ത് ഞാൻ അതിന് ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ നിൽക്കും. അതെന്താ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ റെസ്പോണ്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ അവരെനിക്ക് തിരിച്ച് മെസ്സേജ് അയക്കും. ഞാൻ ചേച്ചി റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാകും. കാരണം റിപ്ലൈ ചെയ്ത് കിട്ടാനാണെങ്കിലും നമുക്ക് ആ ഒരു ടൈമിൽ നമ്മുടെ മനസ്സിൽ ഭയങ്കര വിഷമമായിരിക്കുമല്ലോ, അയ്യോ അവരങ്ങനെ പറഞ്ഞു എന്നുള്ളത്. ഇപ്പം പിന്നെ അങ്ങനെ വലുതായിട്ട് കാര്യമൊന്നും ആക്കാറില്ല. സാഡ്നെസ് മൊമെന്റ് എന്ന് പറയാനായിട്ട് ഇഷ്ടംപോലെ ഉണ്ടായി. മനുഷ്യന്മാരാണെങ്കിൽ എന്തായാലും അത്ര ഉണ്ടാവുമല്ലോ. അങ്ങനെ ഭയങ്കര സാഡ് ആയിട്ടുള്ള മൊമെന്റ് എന്ന് പറയാനാണെങ്കിൽ ഒരിക്കൽ എൻ്റെ ഓൾറെഡി മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനൽ ഡീമോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അതിന് പ്രത്യേകിച്ച് ഒരു റീസണും ഉണ്ടായിരുന്നില്ല. അതായത് എൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഉണ്ടായിരുന്നില്ല, അവരുടെ യൂട്യൂബിൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് വന്നിട്ട് അത് ഡീമോണിറ്റൈസ്ഡ് ആയതായിരുന്നു. എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. കാരണം ഞാൻ കുറേ കാലം കഷ്ടപ്പെട്ടാണ് അത് മോണിറ്റൈസ്ഡ് ആയത്. എന്നിട്ട് വീണ്ടും ഡീമോണിറ്റൈസ്ഡ് ആയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ വിഷമമുണ്ടായിരുന്നു.
രണ്ടാമത്തേതായിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം ഉണ്ടായിട്ടുള്ള കാര്യം, എനിക്ക് നല്ല രീതിയിൽ ഓർമ്മയുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് വലിയ കാര്യമല്ലായിരിക്കും. പക്ഷെ മേ ബി ഞാൻ യൂട്യൂബിൽ കുറേ ഇയേഴ്സ് ആയിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്, ഈ ചാനൽ അല്ലാതെ വേറെ ചാനൽസിൽ. അപ്പോൾ അങ്ങനെ പണിയെടുത്ത് എനിക്ക് ഒരു പ്ലേ ബട്ടൺ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ചാനൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ചാനൽ തുടങ്ങിയ 2-3 മന്ത്സിനുള്ളിൽ അവർക്ക് പ്ലേ ബട്ടൺ കിട്ടുന്നതായിട്ട്. അപ്പോൾ ഷുഗർ കഫേ ചാംസ് പറഞ്ഞിട്ടൊരു ഹിന്ദിയിലൊരു ചാനലുണ്ട്, മറ്റേ ക്ലേ ആർട്ടിസ്റ്റ് ആണ് അവർ, ബാർണിക റോയിനാഥ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ചാനൽ തുടങ്ങിയ 2-3 മന്ത്സ് ആകുമ്പോഴേക്കും അവർക്ക് പ്ലേ ബട്ടൺ കിട്ടിയിട്ട് അൺബോക്സിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. നമ്മൾ 2 വർഷമായിട്ട് യൂട്യൂബിൽ പണിയെടുത്തിട്ട് നമുക്ക് ഒന്നും കിട്ടാതെ അവർക്ക് 2 മാസത്തിനുള്ളിൽ കിട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ആ ദിവസം ഞാൻ നല്ലപോലെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തോ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്ന പോലെ നമ്മുടെ ചാനൽ 3 മാസം ആകുന്നതേ ഉള്ളൂ. നമുക്ക് ഈ മന്ത് എൻഡ് ആയിട്ട് നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത്ര തന്നെ. പിന്നെ ഡു യു വാച്ച് കെ ഡ്രാമ ഓർ കാർട്ടൂൺ? കാർട്ടൂൺ മീൻസ് അനിമേസ് ഒക്കെ കാണാറുണ്ട്. പിന്നെ കെ ഡ്രാമ ഞാൻ അങ്ങനെ കുത്തിയിരുന്ന് കാണാറില്ല. പക്ഷെ എനിക്ക് കണ്ടതിൽ എനിക്ക് കുറേ സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫേവറേറ്റ് കെ ഡ്രാമ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അധികം ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് കണ്ടിട്ടുള്ളതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഫസ്റ്റായിട്ട് കണ്ടിട്ടുള്ളത് ഫൈറ്റ് ഫോർ മൈ വേ എന്ന് പറഞ്ഞിട്ടുള്ള കെ ഡ്രാമയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ട്രൂ ബ്യൂട്ടി കണ്ടിട്ടുണ്ട്, ഷീ വാസ് പ്രെറ്റി. ഇത് രണ്ടെണ്ണം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടം. ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ എന്ന് പറയാനാണെങ്കിൽ പണ്ട് ഞാൻ കുത്തിയിരുന്ന് കുറേ യൂട്യൂബ് ചാനൽസ് ഇരുന്ന് കാണുമായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ കാണാറില്ല അധികം. മീൻസ് ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ പ്ലേ ആയിക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്നൊരു ചാനൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാണുന്ന പോലെ ഇല്ല. അങ്ങനെ ഇഷ്ടപ്പെട്ട് കാണുന്നത് മിസ്റ്റർ ബീസ്റ്റിൻ്റെ ചാനലാണ്. അപ്പോൾ അതിൽ കുറേ ചാലഞ്ചസ് അത് ഇതെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഓപ്പൺ ചെയ്തിരുന്ന് അത് കണ്ടിരുന്ന് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കും. അപ്പോൾ മിസ്റ്റർ ബീസ്റ്റ് ഇഷ്ടമാണ്. പിന്നെ ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് ഞാൻ കുറേ അധികം ക്രാഫ്റ്റ് ചാനൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. ക്രാഫ്റ്റ് ചാനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറാസ് ബ്യൂട്ടി കോർണർ, അതൊക്കെയാണ് ഗോൾഡൻ ചൈൽഡ്ഹുഡ്. കഴിഞ്ഞ ദിവസം നമ്മൾ സാറാസ് ബ്യൂട്ടി കോർണർ ഇൻസ്പയർഡ് ആയിട്ടാണ് ആ ക്യാൻഡി പെൻസിൽ കേസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗോൾഡൻ ഡേയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യമായിട്ടും ഗോൾഡൻ ഡേയ്സ് ആയിരുന്നു. സാറാസ് ബ്യൂട്ടി കോർണർ, ഐഡൻ ഗോഡസ്, നിംസി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചാനൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെയാണ് ക്രാഫ്റ്റ് ഞാൻ ഫസ്റ്റ് കണ്ടു തുടങ്ങിയത്. അപ്പോൾ ആ ചാനൽസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫേവറേറ്റ് ക്രാഫ്റ്റ്, എൻ്റെ ഫേവറേറ്റ് ക്രാഫ്റ്റ് ഇന്ന്, അതായത് ഇത് ഞാൻ നാളെ എനിക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ഹോളോഗ്രാം വീഡിയോ എന്ന് പറഞ്ഞിട്ട്. അതെൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ അതല്ലാതെ മൂൺ ലാമ്പ് ആയിരുന്നു ഫസ്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കി. അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുവരെ ഉണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മൂൺ ലാമ്പ് ആയിരുന്നു എൻ്റെ ആദ്യം ഇഷ്ടപ്പെട്ട സംഭവം. പക്ഷെ ഇപ്പം എനിക്ക് ആ ഹോളോഗ്രാം വീഡിയോ ആണ് ഭയങ്കര ഇഷ്ടം. പിന്നെ ഫേവറേറ്റ് ഫുഡ് മസാല ദോശ. ആരും അങ്ങനെ പറയാറില്ല, പക്ഷെ എനിക്ക് മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. ഫേവറേറ്റ് സെലിബ്രിറ്റി എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സെലിബ്രിറ്റി എന്ന് പറഞ്ഞിട്ട് ഇഷ്ടമൊന്നുമില്ല. ഞാൻ പണ്ടൊക്കെ ആയിരുന്നു അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ട് എനിക്ക് എഡ് ഷീറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ടൈലർ സ്വിഫ്റ്റിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം എനിക്ക് എഡ് ഷീറിനെ വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷെ ടൈലർ സ്വിഫ്റ്റിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും. പിന്നെ അടുത്തത് ഫേവറേറ്റ് സീസൺ വിൻ്റർ സീസൺ. പിന്നെ വിൻ്റർ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇവിടെ അങ്ങനെ മഞ്ഞ് പെയ്ത് കൊട്ടൊന്നുമില്ല, എന്നാലും മനസ്സിൽ എനിക്ക് തണുപ്പൊക്കെ വരുമ്പോൾ എനിക്ക് ക്രിസ്മസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്രിസ്മസ് ടൈം ആവുന്ന സമയത്ത് നമുക്ക് രാവിലെ ഒരു തണുപ്പുണ്ടാവും, ലൈറ്റ് ആയിട്ടൊരു തണുപ്പുണ്ടാവും. അപ്പോൾ എനിക്ക് ആ ഒരു ഫീല് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഫേവറേറ്റ് സോങ് എനിക്ക് ടീനേജ് ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തും തക്ക് എന്ന് പറഞ്ഞിട്ടുള്ള രാഞ്ജനയിലെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറേ പാട്ടുകൾ ഇഷ്ടമാണ്, പക്ഷെ എന്നാലും നമുക്ക് എപ്പോഴും ഞാൻ റിപ്പീറ്റ് ആയിട്ട് ഈ 2 പാട്ടാണ് ഇപ്പോൾ വെക്കാറ്. ഫേവറേറ്റ് മൂവി സത്യമായിട്ട് എനിക്ക് അറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഫേവറേറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫേവറേറ്റ് ഒന്നുമില്ല. ഞാൻ എല്ലാം ഇരുന്ന് കാണും, എനിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം പാച്ചുവും അത്ഭുതവിളക്കും ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫുള്ള് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. എപ്പോഴും ടി വിയിൽ വരുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് തന്നെയായിരിക്കും എപ്പോഴും ഒരേപോലെ കറക്റ്റായിട്ട് ഞാൻ കാണുമ്പോൾ ഇരുന്ന് വരിക. പക്ഷെ കഴിഞ്ഞ ദിവസം അത് ഫുള്ള് ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻസ്പയർഡ് ചാനൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാറാസ് ബ്യൂട്ടി കോർണർ, നിംസി, അതൊക്കെയാണ് ഏകദേശം ഇൻസ്പയർഡ് ആയിട്ടുള്ള ചാനൽസ് ഒക്കെ. ക്വസ്റ്റ്യൻ, വേർ ടു ഗെറ്റ് അഫോർഡബിൾ ജേർണൽ സപ്ലൈസ്. അപ്പോൾ അഫോർഡബിൾ ജേർണൽ സപ്ലൈസ് പറയാനാണെങ്കിൽ ഞാൻ 2 നിന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ജേർണൽസ് ചെയ്യുന്നു, പിന്നെ ഒന്ന് ജേർണൽ കാർണിവൽ എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ്. അപ്പോൾ 2 ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ജേർണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബ്രോഡ് ബ്രാൻഡാണ്. അപ്പോൾ അവരുടേത് വാങ്ങണമെങ്കിൽ നമ്മൾ പേയ്പാലും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഒരു മിനിമം ഷിപ്പിംഗ് റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജേർണൽ കാർണിവൽ അത്യാവശ്യം അഫോർഡബിൾ ആണ്. അത് നമ്മൾ ഇന്ത്യയിൽ തന്നെയുള്ളൊരു ബ്രാൻഡാണ്. ഒരു ചേച്ചിയുടെ പേരും പറഞ്ഞു, ആഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേച്ചിയുടെ ഒരു പേജാണത്. പിന്നെ വാട്ട് ഈസ് യുവർ അംബിഷൻ? അംബിഷൻ എന്ന് പറയാനാണെങ്കിൽ പണ്ടൊക്കെ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നല്ലോ. അതായത് ടീച്ചേഴ്സ് ഇങ്ങനെ ഫസ്റ്റ് റോ മുതൽ ലാസ്റ്റ് റോ വരെ ഇങ്ങനെ എഴുന്നേപ്പിച്ചിട്ട് ഓരോരുത്തരായിട്ട് വാട്ട് ഈസ് യുവർ അംബിഷൻ, വാട്ട് ഈസ് യുവർ അംബിഷൻ എന്ന് പറയുമ്പോൾ നമ്മളിരിക്കും ആസ്ട്രോനോട്ട് പറയുക അല്ലേ, അല്ലെങ്കിൽ വേണ്ട ഡോക്ടർ മതിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ സമയത്തായിരിക്കും നമ്മുടെ അംബീഷൻ എന്താണ്. അതായത് ഭയങ്കര ഗ്ലാമറസ് ആയിരിക്കണം, അത്രയേ ഉള്ളൂ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 4th ഇരിക്കുന്ന സമയത്ത് ശ്രീനന്ദൻ്റെ അടുത്ത് നിങ്ങൾക്ക് ആസ്ട്രോനോട്ട് പറയാം, അത് മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് ആസ്ട്രോനോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ആസ്ട്രോനോട്ടിന് പോലും ആ സമയത്ത് അറിയില്ല. പക്ഷെ എന്നാലും അങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഒരു അംബിഷൻ എന്ന് പറയാനാണെങ്കിൽ എനിക്ക് ഒരു ജോബിനോട് വലിയ താല്പര്യം ഇല്ല. പക്ഷേ ഇത് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ജോബിന് പോവുള്ളൂ, അത് വേറെ കാര്യം. എനിക്ക് പോകാൻ താല്പര്യം ഉണ്ടായിട്ടില്ല, എന്നാലും വീട്ടുകാരെ ബോധിപ്പിക്കണമല്ലോ. പക്ഷെ പറയാനാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു 9 to 5 ജോബിനോട് വലിയ താല്പര്യമില്ല. എൻ്റെ ആംബിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ച് ആവുക. റിച്ച് ഇൻ ദ സെൻസ് നമ്മൾ ഭയങ്കരമായിട്ട് പൈസ, കാറ് ആ റിച്ച് അല്ല. അതായത് ബാക്കിയുള്ളവരുടെ ക്ലോക്കിന് വർക്ക് ചെയ്യാതെ നമ്മളുടെ ടൈം നമ്മൾ തന്നെ ഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കി ആ രീതിയിൽ വർക്ക് ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹം. അതാണ് എൻ്റെ മെയിൻ ആംബിഷൻ. അടുത്തത് ഫേവറേറ്റ് പിൻട്രസ്റ്റ് ചാനൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ഒന്നുമില്ല. ഞാൻ അങ്ങനെ പിൻട്രസ്റ്റ് ഭയങ്കരമായിട്ട് പേജ് വെച്ച് ഫോളോ ഒന്നും ചെയ്യാറില്ല. ഞാൻ ഹോം പേജിലോ അല്ലെങ്കിൽ എനിക്ക് വേണ്ട സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. അതല്ലാതെ ഞാൻ അങ്ങനെ ഇന്ന പേജ് ഒരാളുടെ ഭയങ്കര ഇഷ്ടമാണെന്നുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല ഇതുവരെ. പിന്നെ ഇൻസ്റ്റാ ഐ ഡി, എനിക്ക് പേഴ്സണലായിട്ടൊരു ഇൻസ്റ്റാ ഐ ഡി ഇല്ല. ഞാൻ എപ്പോഴും എൻ്റെ ഏതാണോ ഞാൻ ചെയ്യുന്ന പേജ് അതിൻ്റെ തന്നെയാണ് ഞാൻ എപ്പോഴും നോക്കാറ്. ഞാൻ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആളൊന്നുമല്ല. ഞാൻ എപ്പോഴും ഇരുന്ന് റീൽസ് ഇരുന്ന് കാണും. അതല്ലാതെ ആരോടും ചാറ്റ് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പിന്നെ നോ നിന്നു ഷാജി ആൻഡ് മീ ആൻഡ് മൈ ഫാമിലി രണ്ടുപേരും അറിയാം. ഞാൻ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്കങ്ങനെ പേഴ്സണലി ഞാനിതുവരെ നിന്നു ഷാജിയുടെ അടുത്ത് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല. സഹിൽ ഒരിക്കൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പെൻപാലിന് വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് ആ സമയത്ത് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ സഹിലിൻ്റെ അടുത്ത് ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട് ഒരിക്കൽ. പിന്നെ ഫേവറേറ്റ് അനിമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്റ്റുഡിയോ ഗിബ്ലിയുടെ മൂവീസ് നല്ല രീതിയിൽ ഇഷ്ടമാണ്. അതായത് ഭയങ്കര സൂത്തിങ് ആൻഡ് കാമിങ് ആണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മൂഡ് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് അവരുടെ സിനിമയൊക്കെ ഇങ്ങനെ വായും വിളിച്ചിരുന്ന് നോക്കിയിരുന്നു കഴിഞ്ഞാൽ നല്ല മനസ്സുഖമായിരിക്കും. പിന്നെ ആർ യു ഗുഡ് അറ്റ് ഡ്രോയിങ്? ഗുഡ് അറ്റ് ഡ്രോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കുഴപ്പമില്ലാതെ വരയ്ക്കും. ഞാൻ പണ്ട് ഡ്രോയിങ് ക്ലാസ്സിലും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ വരയ്ക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ ഹോബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഹോബീസ്. എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ എൻ്റെ ഹോബി? പണ്ടൊക്കെ ഞാൻ ബാഡ്മിൻ്റനൊക്കെ കളിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതൊരു ഹോബിയായിരുന്നു. പക്ഷെ ഈ സമയത്ത് ഒന്നുമില്ല. ഈ സമയത്ത് ഫുൾ ഇങ്ങനെ ഇരിക്കുക, റീൽസ് എടുക്കുക, രാവിലെ മുതൽ രാത്രി വരെ റീൽസിൽ തോണ്ടുക, ഇതൊക്കെയാണ് നമ്മുടെ പ്രധാന ഹോബികൾ. ഇവിടെ എത്തുമ്പോൾ തന്നെ ഞാൻ വെന്തുരിക്കും ഗൈസ്. മിണ്ടാതെ ആദ്യം ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ടതായിരുന്നു. പക്ഷെ അത് എസ്തെറ്റിക്സിന് മാച്ച് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ സാധനമൊക്കെ വലിച്ചു വാരി ഇട്ടതാണ്. എനിക്കിപ്പോൾ പറ്റുന്നില്ല. റൂം ടൂർ ആൻഡ് ഡെസ്ക് ടൂർ, അത് കുറേ പേര് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ റൂം ടൂർ, ഡെസ്ക് ടൂർ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡെസ്ക് ടൂർ പറയാനായിട്ട് ഒന്നുമില്ല. നമ്മുടെ മെയിനായിട്ട് ഇപ്പം ഇതന്നെയാണ് നമ്മുടെ ഡെസ്ക്. ഞാൻ ആദ്യം ഈ വൈറ്റ് ടേബിൾ വന്നതിന് ശേഷം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു കോർണർ മാത്രമേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വീണ്ടും ചേഞ്ച് ചെയ്തു. ഈ ചെടി എടുത്ത് ഇപ്പുറത്തിട്ടിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യം വീഡിയോ എടുത്ത സമയത്ത് ഈ പോളറോയിഡ്സ് ഏകദേശം ദിവിടം വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സൈഡ് ഭയങ്കരമായിട്ട് പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന പോലെയായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ രാത്രി ഈ ചെടി എടുത്ത് അപ്പുറത്ത് വെച്ച് ഈ പോളറോയിഡൊക്കെ പറിച്ച് കുറച്ച് ഡിസ്റ്റൻസിലൊക്കെ ഒട്ടിച്ച് സെറ്റ് ചെയ്ത് വെച്ച. പിന്നെ ഈ കർട്ടനൊക്കെ ഞാൻ ഇന്നലെയാണ് ഇട്ടത്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 നിലയാണ് വീട്. താഴത്തെ നില ഞാൻ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കൂടെ സ്റ്റേ ചെയ്യണം. അപ്പം മുകളിൽ പണി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ആരും വരാറുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഫർണിച്ചറും കാര്യങ്ങളും കട്ടിലുണ്ട്, അതല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇവിടെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഈ ഒരു റൂമിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു കബോർഡ് ഉണ്ട്, അതല്ലാതെ ഈ ഡെസ്ക് മാത്രമേ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് റൂം മൊത്തത്തിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് റൂം ടൂർ ചെയ്യാതെ. ഞാൻ താഴെയാണ് കിടക്കുന്നത്. ഓക്കെ. ഫ്രണ്ടിനെ പറ്റി പറയാനാണെങ്കിൽ
എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു ഫ്രണ്ട് സർക്കിളും കാര്യങ്ങളൊന്നും ഇല്ല. പ്രധാനമായിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എല്ലാമായിട്ട് എനിക്ക് അജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. അതല്ലാതെ എനിക്ക് ഫ്രണ്ട്സ് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട്. അതായത് ഇപ്പം ആദർശ, നസ്ന, റിയ എന്നൊക്കെ പറഞ്ഞാൽ അവർ ജൂനിയേഴ്സാണ്. അപ്പോൾ അതല്ലാതെ എൻ്റെ കൂടെ പഠിച്ച പ്രവീണ, ദിയ എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ നല്ല നല്ല ഫ്രണ്ട്സാണ്. അതല്ലാതെ നമുക്കിങ്ങനെ എന്തുണ്ടെങ്കിലും പറയാമെന്ന് പറഞ്ഞിട്ട് അജി മാത്രമേ ഉള്ളൂ. അതല്ലാതെ അങ്ങനെ വേറെ വലിയ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും എനിക്കില്ല. എനിക്കങ്ങനെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഫുൾ ഫ്രണ്ട്സുമായിട്ട് എൻജോയ്മെൻറ്റും കാര്യങ്ങളായിരുന്നു. പക്ഷെ നമുക്കൊരു സർട്ടൻ ഏജ് ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു ബോധോദയം വരുമല്ലോ, നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് അല്ല എന്നൊക്കെ. അങ്ങനെ അടുത്തത് ഡ്രീം പ്ലേസ്. ഡ്രീം പ്ലേസിനെ പറ്റി പറയാനാണെങ്കിൽ അങ്ങനെ പാരീസ് ആയിരുന്നു എൻ്റെ ഒരു ഡ്രീം പ്ലേസ്. അതായത് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ റീൽസും അതും ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുമല്ലോ, കൊള്ളാം നമുക്ക് ഇവിടെ പോവാന്നൊക്കെ പറഞ്ഞ പോലെ ഒരു തോന്നൽ വരുമല്ലോ. പക്ഷെ ഇപ്പൊ കുറെ റീൽസിലൊക്കെ അങ്ങനെ പാരീസ് ഭയങ്കര ഓവർ റേറ്റഡ് ആണ്, ഇവിടെ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു മൂഡ് പോയി. പിന്നെ അതല്ലാതെ പറയാനായിട്ട് ബാലി പോകണം, തായ്ലൻഡിൽ പോകണം, അങ്ങനത്തെ ഇൻസ്റ്റാഗ്രാം ഫീഡിൽ വരുന്ന സ്ഥലങ്ങളിലൊക്കെ പോകണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളത് കൊറിയയിൽ പോകണം, ജപ്പാനിൽ പോകണം. ആ 2 സ്ഥലം എനിക്ക് പോയേ പറ്റും. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ ഈ പോളറോയിഡ് സെറ്റ് വാങ്ങിച്ച സമയത്ത് ഇതിൽ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ചെയ്യണം, എനിക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യണം, ആ കാര്യങ്ങളാണ് ഞാൻ ഈ പോളറോയിഡിൽ എല്ലാത്തിലും വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ സിൽവർ പ്ലേ ബട്ടനാണ്. ഇതെനിക്ക് ഞാൻ കുറേ കാലമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അത് നമ്മൾ അച്ചീവ് ചെയ്തു. അതേപോലെ തന്നെ ആ മുകളിലുള്ള ആ പോളറോയിഡ് കൊറിയയുടെ പോളറോയിഡാണ്, കൊറിയയുടെ ഒരു സ്ട്രീറ്റിന്റെ പോളറോയിഡാണ്. പിന്നെ അതല്ലാതെ ഒരു ടോക്കിയോ കൂടെ ഉണ്ട്. ഇത് ജപ്പാന്റെ പോളറോയിഡാണ്. അപ്പോൾ കൊറിയൻ ജപ്പാനും എനിക്ക് പോകണം എന്ന് ആഗ്രഹമാണ്. അപ്പം അങ്ങനെ പറയാനാണെങ്കിൽ എൻ്റെ ഡ്രീം പ്ലേസ് കൊറിയൻ ജപ്പാനുമാണ്. പിന്നെ കെ പോപ്പ് ഫാനാണോ? കെ പോപ്പ് ഫാൻ അല്ല. ഞാനങ്ങനെ കെ പോപ്പിന്റെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വേറെ ചാനൽ ക്വിസ് ചാനലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കെ പോപ്പിന്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യും. അപ്പം അങ്ങനെ എനിക്ക് ഏകദേശം കുറേ ഗ്രൂപ്പ്സിന്റെ പേര് അറിയാം. BTS, ബ്ലാക്ക് പിങ്ക്, NMIXS, അങ്ങനെ അവരുടെ ഫാനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നെ തട്ടും, അങ്ങനെ എന്തൊരു പേര്. പിന്നെ റെഡ് വെൽവെറ്റ്, ബേബി മോൺസ്റ്റർ, സ്ട്രേ കിഡ്സ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അറിയാം. അതല്ലാതെ ഞാൻ ആരുടെയും ഫാൻ അല്ല. ഫേവറേറ്റ് ആപ്പ് പിൻട്രസ്റ്റും യൂട്യൂബും. അത് രണ്ടെണ്ണം കഴിഞ്ഞിട്ടേ നമുക്ക് വേറൊരു കളിയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് യു സ്റ്റാർട്ട് യൂട്യൂബ് ചാനൽ? എന്താന്ന് വെച്ചാൽ ഞാൻ അന്ന് പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ ചെറുപ്പത്തിൽ മുതൽ ഓരോരുത്തരുടെ സാധനങ്ങളൊക്കെ കണ്ട് എനിക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കുക. കാരണം നമ്മൾ സർട്ടൻ ഏജ് വരെ ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും. ആ സമയത്ത് നമ്മൾ പാരൻസിനെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. എനിക്ക് അതായിരുന്നു മെയിനായിട്ട് മോണിറ്റൈസ്ഡ് ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നത്. പിന്നെ യുവർ സിബ്ലിങ്സ് ഹാവ് യൂട്യൂബ് ചാനൽ? നോ, 1 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല, അപ്പോൾ ഒരു യൂട്യൂബ് ചാനലൊന്നും ഇല്ല. പിന്നെ അൺഫേവറബിൾ ക്രാഫ്റ്റ്, അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ചാനലിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാത്ത ക്രാഫ്റ്റ് ഒന്നും ഇല്ല. കാരണം ഞാൻ നന്നായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. അതല്ലാണ്ട് ഞാൻ ഇന്നവരെ അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളതിൽ എനിക്ക് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് തോന്നിയിട്ടുള്ളത് സീക്രട്ട് മെസ്സേജ് കാർഡായിരുന്നു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് അപ്ലോഡ് ചെയ്തതാണ്. പക്ഷെ അപ്ലോഡ് ചെയ്ത് വന്നപ്പോഴാണ് അതിലിപ്പോൾ എന്തപ്പോൾ ഉള്ളത് അവരോട് തോന്നിയത്. കാരണം നമുക്ക് അല്ലാതെയും മെസ്സേജ് കാണും, പക്ഷെ എന്നാലും മറ്റേ സാധനമൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയറായി കാണും. പക്ഷെ എന്നാൽ എന്തോ കുറേ ഊക്കലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയുന്നവരൊക്കെ എന്നെ ഊക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഫേവറേറ്റ് ജേർണൽ എനിക്ക് സെപ്റ്റംബർ ജേർണലിങ് ചെയ്തത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തതിൽ എനിക്ക് യെല്ലോ ജേർണലിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് രണ്ടെണ്ണമാണ് എനിക്ക് ഫേവറേറ്റ് ജേർണൽസ്. അടുത്തത് യുവർ ഡ്രീം. എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിച്ച് ആവുക. അതായത് കാറും ബൈക്കും ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കണ്ണി കണ്ടവരുടെ കമ്പനി പോയി എനിക്ക് പണിയെടുക്കാൻ താല്പര്യമില്ല. പക്ഷെ എന്തായാലും ഇത് കഴിഞ്ഞാൽ ഞാൻ പണിയെടുക്കാൻ എൻ്റെ അമ്മ പറഞ്ഞു വിടും, അതുകൊണ്ട് കാര്യമില്ല. എന്തായാലും പിന്നെ ഞാനിങ്ങനെ ആലോചിക്കും, നമ്മൾ അങ്ങനെ വർക്കിന് പോയാലും എൻ്റെ മൈൻഡിൽ കുറേ ഇങ്ങനെ പിക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ വർക്കിന് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന സാലറി നമ്മുടെ ഡ്രീമിന് വേണ്ടി മാറ്റി വെച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെ ഡ്രീം ഫോളോ ചെയ്യാന്നൊക്കെ പറഞ്ഞ് കുറേ മനസ്സിലൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ
വിച്ച് പെൻ ആർ യു യൂസിങ്? ഇതിന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല, ഞാൻ കണ്ടപ്പോൾ അങ്ങനെ എഴുതി വെച്ചത്. പെന്ന് ഞാൻ ജേർണൽസിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പെന്നാണ് കൂടുതലല്ല, അതന്നെയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറ്. സ്കൂൾ നെയിം, ഞാൻ വിജയമാതയിലാണ് പഠിച്ചത്. വിജയമാതയിൽ ഞാൻ LKG മുതൽ 12th വരെ വിജയമാതയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കോളേജ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലായിരുന്നു. പിന്നെ കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയുന്നുണ്ടാവും, കുറച്ച് പേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഫേമസ് ആയതുകൊണ്ടൊന്നുമല്ല, എന്നാലും നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരാളെങ്കിലും ഈ വീഡിയോ കാണുമല്ലോ, അപ്പോൾ ഇവളായിരുന്നാന്ന് പറയുമല്ലോ, ഞാനാണ്. ഹലോ വൈ. പിന്നെ ഹൂ ഇൻസ്പയർഡ് യു ടു സ്റ്റാർട്ട് യൂട്യൂബ്? എല്ലാം ഒരേ ക്വസ്റ്റ്യൻ, ഞാൻ വീണ്ടും ഒരേ ക്വസ്റ്റ്യൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹൂ ഇൻസ്പയർഡ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജി എൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അജി എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. കാരണം അജിക്കൊരു ഗെയിമിംഗ് ചാനലുണ്ട്, അപ്പം ആ വഴിക്ക് യൂട്യൂബിനെ പറ്റി അജിക്ക് ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യേണ്ടതൊക്കെ അജി പറഞ്ഞു തരുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. പിന്നെ വൈ ആർ യു നോട്ട് പോസ്റ്റിംഗ് വീഡിയോസ് ഇൻ കഡിൽ ക്ലൗഡ് യൂണിവേഴ്സ്? അത് ആക്ച്വലി ഞാനൊരു സെപ്പറേറ്റ് ചാനലായിട്ട് ഇരുന്നോട്ടെ, കാരണം ഇത് നമ്മൾ മലയാളം വോയിസ് ഓവർ കൊടുക്കുന്നതാണല്ലോ. അപ്പം നമ്മൾ മലയാളീസ് അല്ലാത്തവർക്ക്, നമുക്ക് പൊതുവെ ഇപ്പം നമ്മൾ ഹിന്ദി അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദി റീൽസ് ഒന്നും അപ്പം തന്നെ സ്കിപ്പ് ചെയ്യുമല്ലോ. അതേസമയം പ്രത്യേകിച്ച് വോയിസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ ഇരുന്ന് കാണും. അപ്പം അങ്ങനെ കാണുന്നവർ കണ്ടോട്ടേ എന്ന് പറഞ്ഞിട്ടാണ് കഡിൽ ക്ലൗഡ് യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ട് തന്നെ ഇതിലും ഒക്കെ ഒരുമിച്ച് പോസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയായതുകൊണ്ടാണ് ഞാൻ അതിൽ പിന്നെ ചെയ്യാതിരുന്നത്. ഫേവറേറ്റ് കേക്ക്? ചോക്ലേറ്റ് കേക്കും ബ്ലാക്ക് ഫോറസ്റ്റും. എനിക്ക് ബാക്കി ഒന്നും എനിക്കിഷ്ടമല്ല. റെഡ് വെൽവെറ്റ്, വൈറ്റ് ഫോറസ്റ്റ്, റെയിൻബോ കേക്ക്, ചോക്കോ ട്രഫിളൊക്കെ പിന്നെയും ഞാൻ കഴിക്കും. അതല്ലാതെ ചോക്ലേറ്റ് ഫ്ലേവർ അല്ലാത്ത സാധനങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല, എനിക്ക് ഇഷ്ടമല്ല. ഫേവറേറ്റ് മേക്കപ്പ് പ്രോഡക്റ്റ്? എനിക്ക് മേക്കപ്പ് ചെയ്യാനൊന്നും അറിയില്ല, അതാണ് സത്യം. പിന്നെ ഉള്ളതിൽ മേക്കപ്പ് പ്രോഡക്റ്റ് പറയുകയാണെങ്കിൽ ലിപ്സ്റ്റിക്കാണ് ഇഷ്ടം. പിന്നെ ഫേവറേറ്റ് ആക്സസറി? ഇതൊക്കെ ആയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, ഇതൊക്കെ എന്തിനാ പറയുന്നത് തന്നെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിരിക്കുമല്ലോ അറിയേണ്ടത്. അപ്പം നമ്മൾ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറയണമല്ലോ. ഫേവറേറ്റ് ആക്സസറി? റിങ്സ്. ഞാൻ മാലയും കമ്പലൊന്നും അങ്ങനെ ഉപയോഗിക്കാത്തല്ല, ഗോൾഡിൻ്റെ വാങ്ങിച്ചുകൊണ്ട് ഇട്ടേ പറ്റൂ പറഞ്ഞുകൊണ്ടാണ് ഇട്ടിട്ടുള്ളത്. അല്ലാതെ എനിക്ക് റിങ്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. റുട്ടീൻ വീഡിയോ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് റുട്ടീൻ എന്ന് പറയുന്ന സംഭവമില്ല. അതായത് ഒരു ദിവസം ഞാൻ 10 മണിക്ക് എഴുന്നേറ്റാൽ അടുത്ത ദിവസം ഞാൻ 12 മണിക്ക് എഴുന്നേക്കും, അതല്ലെങ്കിൽ 1:30ക്ക് എഴുന്നേക്കും. നേരത്തെ എഴുന്നേക്കില്ല, അങ്ങോട്ട് വൈകി എഴുന്നേക്കുള്ളൂ. അപ്പോൾ ഓരോ സമയത്താണ് ഞാൻ എഴുന്നേക്കാറ്. ഫുഡ് ഒരു ദിവസം 2 നേരം കഴിച്ചു എന്ന് പറഞ്ഞ പോലെയൊക്കെയാണ് എൻ്റെ ഒരു റുട്ടീൻ. ഭയങ്കര അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ പോലെയൊക്കെയാണ്. പിന്നെ ഈ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഒരു കറക്റ്റായിട്ടൊരു റുട്ടീൻ ഫോളോ ചെയ്യുക. അതായത് രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ വന്ന് കറക്റ്റായി ക്രാഫ്റ്റ് ചെയ്യുക, അങ്ങനെ ഒരു റുട്ടീൻ ഈ ഒരു ചാനൽ ഉണ്ടായതിന് ശേഷമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എൻ്റെ പിന്നെ കുറേ ജേർണലിങ്സോ അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റൊക്കെ വീഡിയോസിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഹാവ് എ റുട്ടീൻ എന്ന് വേണ്ടി ഞാൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സെക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ്, ഇപ്പം തന്നെ ഇത് മാത്രം റെക്കോർഡ് ചെയ്ത് ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ആരൊക്കെ ഈ വീഡിയോ കണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ക്ലൗഡ് ഇമോജി കമൻസിൽ പോസ്റ്റ് ചെയ്യാം, അപ്പം എനിക്കറിയാലോ ആരൊക്കെ കണ്ടു എന്നൊക്കെ. ഞാൻ ഇന്നേ ഒരു ഇത്രയും ചൂടത്ത് ഒരു കാര്യമില്ലാതെ വെറുതെ ഇരുന്നിട്ടില്ല. അപ്പം എൻ്റെ ഈ എഫേർട്ടിന് വേണ്ടിയെങ്കിലും ഒരു ലൈക്ക് പ്ലീസ്. പിന്നെ നൈറ്റ് ഓർ ഡേ എന്ന് വെച്ചാൽ എനിക്ക് രാത്രിയാണ് ഞാൻ കുറേ നേരം ഇരിക്കാറ്. അതായത് രാത്രി മുതൽ രാവിലെ 6 മണി വരെ ഇരിക്കണമെങ്കിൽ ഞാൻ ഇരിക്കും. പക്ഷെ രാവിലെ 6 മണിക്ക് എനിക്ക് എഴുന്നേക്കാൻ കിട്ടില്ല. പക്ഷെ എനിക്ക് ദിവസമാണ് ഇഷ്ടം, ഡേ ആണ് ഇഷ്ടം, പക്ഷെ രാത്രിയാണ് ഞാൻ ഇരിക്കാറ്. ഫേവറേറ്റ് ഡ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എനിക്ക് ഈ ഒരു ടോപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ പോവുകയാണെങ്കിലും പെട്ടെന്ന് റെഡി ആവണം പറഞ്ഞാൽ ഈ സാധനം എടുത്തോളും. പിന്നെ ക്രൈം പാർട്ട്ണർ ഓഫ്കോഴ്സ് അജി, വേറെ ആരുമില്ല. ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ്? എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആയതാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. പിന്നെ ക്രാഫ്റ്റ് ഓർ പെയിൻറ്റിങ്? ക്രാഫ്റ്റാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. വൈ യു ഡോണ്ട് ഷോ യുവർ ഫേസ്? ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് കാണിക്കണം എന്ന് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല, എനിക്ക് കാണിക്കണം എന്നൊക്കെ ഭയങ്കര ഇതാണ്. പക്ഷേ ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടുള്ള ചാനൽസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എസ്തെറ്റിക് കണ്ടന്റ്, അതായത് എഡിറ്റിങ്സ്, ക്വിസ് വീഡിയോ, ആ രീതിയിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ നമ്മുടെ ഫേസ് ഒന്നും അങ്ങനെ കാണിക്കുന്നില്ല. അപ്പം ഇതിൽ മാത്രമായിട്ട് എനിക്ക് ഫേസ് കാണിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു മടിയാണ്. പിന്നെ ഞാനൊരു ക്യാമറ ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ല. എനിക്ക് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഓക്വേർഡ് ഫീല് പോലെ തോന്നും.
ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ വീഡിയോ ഇങ്ങനെ വെച്ച് ഞാൻ കുറേ നേരം ഇരുന്ന് സംസാരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി പോലെയൊക്കെ ഞാൻ ചില സമയത്ത് കാണിക്കാറുണ്ട്. പിന്നെ ഈ വീഡിയോ എടുത്ത് കുറേ തവണ എടുത്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ആൾക്കാർക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് എൻ്റെ പേഴ്സണാലിറ്റി. നമ്മൾ പേഴ്സണാലിറ്റി ഫേക്ക് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫേസ് ഷോ ചെയ്യാതിരുന്നത്. പിന്നെ ഫസ്റ്റ് തന്നെ എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഫേസൊക്കെ കാണിച്ച് ചെയ്തിട്ട് അങ്ങനെ ഫോളോവേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തോ എനിക്കൊരു ചമ്മിപ്പോയൊരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഫേസ് കാണിച്ച സ്ഥിതിക്ക് സ്ഥിരം വീഡിയോസിലും കാര്യങ്ങളൊക്കെ വരാം. അടുത്തത് എഡിറ്റിംഗ് ആപ്പ്. എഡിറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ ആപ്സ് മിക്സ് ചെയ്തൊക്കെ ഇരുന്ന് ചെയ്യാറ്. അതായത് ഇപ്പോൾ ഇൻട്രോ ചെയ്യുകയാണെങ്കിൽ ക്യാൻവ യൂസ് ചെയ്യും. അതല്ലാതെ വീഡിയോ മാത്രം എഡിറ്റ് ചെയ്യാനായിട്ട് ഇൻഷോട്ടാണ് യൂസ് ചെയ്യാറ്. ഷോർട്സും ഇൻഷോട്ട് വഴിയാണ് എഡിറ്റ് ചെയ്യാറ്. അതല്ലാതെ എന്തെങ്കിലും ഇഫക്ട്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ വിറ്റ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ 3 ഞാൻ മെയിൻലി യൂസ് ചെയ്യാം. അടുത്തത് ഫോൺ ഏതാ യൂസ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫോൺ ഞാൻ ഐഫോൺ 15 വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അതല്ലാതെ ഇത് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ അനിമേസൊക്കെ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഓപ്പോ A3s A5s അങ്ങനെ എന്തോ ആണ്. എനിക്ക് സത്യമായിട്ട് ഓർമ്മയില്ല. ഈ ഫോണൊക്കെ കിട്ടിയിട്ട് ഏകദേശം ഓപ്പോ എനിക്ക് അമ്മ വാങ്ങി തന്ന. അമ്മ 2-3 വർഷം മുമ്പ് വാങ്ങി തന്നാണ്. ഐഫോൺ ഞാനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും അജിയും കൂടെ ഒരുമിച്ചായിരുന്നു ഐഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കാശ് കൊണ്ട് തന്നെ ഐഫോൺ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐഫോൺ ഈ മാർച്ച് എടുത്തിട്ടേ ഉള്ളൂ. ഈ മാർച്ച് 23 എന്തായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ടേബിളിൻ്റെ റേറ്റ് എത്ര ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടേബിളിന് ഞാൻ 3500 സംതിങ് ആയിരുന്നു. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് 2 സൈസിൽ കിട്ടും. ഇത് ലാർജ് ആണ്. ഇത് എക്സൽ എക്സ്ട്രാ ലാർജ് അങ്ങനെ എന്തോ ആയിരുന്നു. ഇതിന്റെ കുറച്ചുകൂടെ ചെറിയ സൈസ് ഉണ്ട്. അത് 2500 അങ്ങനെ എന്തോ ആണ് റേഞ്ച് വന്നിട്ടുള്ളത്. ഞാൻ വേണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഐഡിയാസ് ഫ്രം പിൻട്രസ്റ്റ്. ഓഫ് കോഴ്സ് എനിക്ക് പിന്നെ സത്യം പറഞ്ഞാൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ വീഡിയോസിന്റെ താഴെ പോയിട്ട് കോപ്പി എന്ന് പറയാൻ നിൽക്കണ്ട. കാരണം എല്ലാ ക്രിയേറ്റേഴ്സും പിൻട്രസ്റ്റിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അവർ ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറേ പേര് ഇപ്പൊ ഈവൻ എൻ്റെ ചാനലിലായാലും കടിൽ ക്ലൗഡ് കോപ്പി എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ ചാനൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. കാരണം ഈവൻ ഞാനായാലും പിൻട്രസ്റ്റിൽ നിന്ന് തന്നെ എടുത്തിരുന്നു. അല്ലാണ്ട് ഞാൻ എൻ്റെ തല വെച്ചിട്ട് എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ആരായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ബാക്കിയുള്ളവരുടെ ചാനലിൽ പോയിട്ട് കോപ്പി എന്ന് പറയുന്നത് പറയണ്ട. കാരണം അവർക്ക് വിഷമമാവും. ഈവൻ ഇഫ് അവർ കോപ്പി അടിക്കുകയാണെങ്കിൽ തന്നെ അവർ ആ ഒരു ടൈമും എഫേർട്ടും ഇട്ടിട്ടാണല്ലോ ആ വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മുടെ വീഡിയോ അങ്ങനെ എടുത്തിട്ട് അത് കോപ്പിയാണ്. അതല്ലാതെ അവരായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ കോപ്പി എന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ വാട്ട് മേക്സ് യു ഹാപ്പി മോസ്റ്റ്. എന്നെ കുറേ കാര്യങ്ങൾ ഹാപ്പി ആക്കും. അതായത് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് എടുത്തു പറയാല്ലേ. എനിക്കിപ്പോൾ യൂട്യൂബിൻ്റെ കാര്യമായിട്ട് പറയാനെങ്കിൽ യൂട്യൂബിൽ വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവും. പ്ലേ ബട്ടൺ കിട്ടിയതിൽ ഞാൻ ഹാപ്പിയാണ്. പെട്ടെന്ന് 100K അടിച്ചതിൽ ഹാപ്പിയാണ്. അതല്ലാതെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതായത് ഇപ്പം രാവിലെ ഒരു ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതി വെച്ചിട്ട് ആ ദിവസം ആ ടു ഡു ലിസ്റ്റിലെ കംപ്ലീറ്റ് സാധനങ്ങൾ ചെയ്താൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഷോപ്പിങ്ങിന് പോയാൽ ഹാപ്പിയാണ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് പാക്കേജ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പിയാണ്. എല്ലാ കാര്യത്തിലും നമ്മൾ ഹാപ്പിയാണ്. പിന്നെ വെൻ ഡിഡ് യു സ്റ്റാർട്ട് ക്രാഫ്റ്റ്. ക്രാഫ്റ്റ് ഒക്കെ ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഒരു 2nd 3rd മുതലൊക്കെ ക്രാഫ്റ്റ് ചെയ്തു തുടങ്ങുമായിരുന്നു. ഹൗ ടു ടേക്ക് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ ഈവൻ എൻ്റെ ഷോർട്സോ കാര്യങ്ങളൊക്കെ കാണുന്നവരാണെങ്കിൽ അയ്യോ കൊള്ളാലോ. എൻ്റെ അടുത്ത് കുറേ പേര് ഏത് ട്രൈപോഡ് യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രൈപോഡ് എന്ന് പറഞ്ഞെങ്കിൽ ഇതിപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. ഞാൻ അതിലാണ് വീഡിയോ എടുക്കുന്നത്. നമുക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ വളഞ്ഞ് കമ്പി വരുന്ന ഒരു സാധനമുണ്ട്. ഇങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റുന്ന സാധനം. അതിനെ ഓവർഹെഡ് ഫ്ലെക്സിബിൾ ട്രൈപോഡ് എന്ന് പറയും. ഞാൻ അത് വെച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷെ അത് വേണമെന്നൊന്നുമില്ല. നമുക്ക് മറ്റേ എന്തെങ്കിലും സാധനങ്ങളിൽ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ച് ഫോൺ ഇങ്ങനെ ചാരി വെച്ചാൽ മതി. അതല്ലെങ്കിൽ നമ്മുടെ മറ്റേ വലിയ സെല്ലോ ടേപ്പ് വരുന്നതിൽ ഇറക്കി വെച്ചാൽ മതി. അങ്ങനെയൊക്കെ മതി. ഈവൻ ഞാൻ ഈ ഒരു ട്രൈപോഡല്ല ഈ ഒരു ഫ്ലെക്സിബിൾ സംഭവമാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഞാൻ അതിനു മുമ്പ് എനിക്ക് ഈ ഒരു ഹൈറ്റ് കിട്ടാനായിട്ട് ഈ ഒരു സംഭവം നമുക്ക് എവിടെ വേണമെങ്കിൽ ക്ലിപ്പ് ചെയ്യാം. ഈ ഒരു ടേബിൾ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ടേബിൾ ഇളകുന്നതിനനുസരിച്ച് വീഡിയോ ഇളകുമായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ
തുണിയൊക്കെ നമ്മൾ ഇട്ട് വെക്കുന്ന ബക്കറ്റില്ലേ, ആ ബക്കറ്റ് വെച്ച് അതിന് ഹൈറ്റ് പോരാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ വേറൊരു ബക്കറ്റ് വെച്ച് അതിൻ്റെ മുകളിൽ ഈ ബക്കറ്റ് വെച്ച് അതിലൊക്കെയാണ് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഈസ്തെറ്റിക്, ഓ എങ്ങനെ ഈ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചോദിക്കും. പക്ഷെ നമ്മളെല്ലാം അഡ്ജസ്റ്റ്മെന്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ആരെങ്കിലും വീഡിയോസ് എടുക്കാൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ എങ്ങനെ എടുക്കണം എന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്യാം. നമ്മളിപ്പോൾ ഞാൻ ഇത്രയും കാലമായിട്ട് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാതിരുന്നത് എനിക്കൊരു എസ്തെറ്റിക് സ്പേസ് ഇല്ല അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ വീഡിയോ എടുക്കണം എന്നൊരു ഐഡിയ ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എടുക്കാതിരുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തെടുത്ത് നമുക്ക് തന്നെ മനസ്സിലറിയാം, ഓ ഇങ്ങനെ വെച്ചാൽ അങ്ങനെ എടുക്കാം, അങ്ങനെ വെച്ചാൽ ഇങ്ങനെ എടുക്കാം. അത് എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടാണ്. അപ്പോൾ ആരെങ്കിലും അതുകൊണ്ട് തുടങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ തുടങ്ങാം. പിന്നെ ഡു യു യൂസ് ട്രൈപോഡ്? ഞാൻ പറഞ്ഞല്ലോ ഫ്ലെക്സിബിൾ ട്രൈപോഡാണ് യൂസ് ചെയ്യുക. കടിങ് ക്ലൗഡ് സാലറി, ഒന്ന് സാലറി നമ്മൾ അങ്ങനെ പുറത്ത് പറയാൻ പാടില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വേറെ ചാനലും കൂടെ മോണിറ്റൈസ്ഡ് ആണ്. അപ്പോൾ അതെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് എനിക്ക് കിട്ടുക. പിന്നെ യൂട്യൂബിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സാലറി ഇന്നത് എന്ന് പറഞ്ഞ പോലെ കിട്ടില്ല. നമ്മുടെ വ്യൂസും വാച്ച് അവറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് പൈസ കിട്ടുക. അപ്പോൾ ഇതിലെനിക്ക് ഒട്ടും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ വേറെ ചാനലും കൂടെ മിക്സ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ആ ചാനലിൽ പെർഫോമൻസും ഈ ചാനൽ പെർഫോമൻസും ഒക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ടേ നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഒരു മാസം 2 ചാനലും അടിപൊളിയായിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പൈസ കിട്ടും. ഇനി രണ്ടെണ്ണം നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലോ ആയിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം നന്നായി പെർഫോം ചെയ്തു മറ്റേ ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വരും. അപ്പം നമുക്ക് അങ്ങനെ ഇതിൽ തീരെ എനിക്ക് പറയാനേ പറ്റില്ല. കാരണം ഒരു മാസം നമുക്ക് എന്താ പറയുക നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത മാസം ഭയങ്കര ലോ ആയിരിക്കും. ആ രീതിയിലൊക്കെ എനിക്ക് കിട്ടാറ്. അടുത്തത് ഫസ്റ്റ് ജേർണലിംഗ്. ഞാൻ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാതെ DIY ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ യെല്ലോ ജേർണലിംഗ് ആയിരുന്നു. അതല്ലാതെ ഞാൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഗ്രേ കളർ സംഭവം. ലൈഫിൽ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാനാണെങ്കിൽ ഞാനും അജിയും കൂടെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഹാക്കത്തോൺ കോമ്പറ്റീഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് 2 റൗണ്ട് കഴിഞ്ഞ് നാഷണൽ ലെവലിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാഷണൽ ലെവല് അഹമ്മദാബാദിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ടീച്ചേഴ്സ് ആർക്കും വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവസാനം ഞാനും അജിയും കൂടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം പോകുമ്പോൾ ഞങ്ങൾ ട്രെയിനിലും തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിലും ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ട്രിപ്പ് എനിക്ക് മറക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ അതിന് മുമ്പ് ഒരിക്കലായിരുന്നു ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വല്ലവരും ഒറ്റയ്ക്ക് പോകാനാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ പോയത് ഒറ്റയ്ക്കാണ്. അതായത് കഴിഞ്ഞ തവണ പോയത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയ സമയത്ത് നമുക്ക് ഒന്നും അറിയൂല്ല, രണ്ടാമത് ആരോടും ഒന്നും പറയാനും പറ്റില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്നു, ഓക്കെ ഇതാണല്ലേ, പോയി ഇരിക്കുന്നു, ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞ പോലെയായിരുന്നു. ഇതിപ്പോൾ കൂടെ ഒരാളുണ്ടെന്ന് പറഞ്ഞെങ്കിൽ നമ്മളറിയില്ല, ഫ്രണ്ട്സൊക്കെ തമ്മിൽ എവിടെയെങ്കിലുമൊക്കെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അങ്ങനെ അത് എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ടാണല്ലോ പോവുക. അതുകൊണ്ട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ട്രെയിനിൽ പോയതും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടെ പോയിട്ട് അത്യാവശ്യം EDIIലായിരുന്നു, അഹമ്മദാബാദ് എൻ്റർപ്രന്യൂർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, അങ്ങനെയൊക്കെ ആയിരുന്നു പേര്. അപ്പോൾ അവിടെയൊക്കെ ആയിരുന്നു പരിപാടി. അപ്പോൾ കുറേ പേര് പരിചയപ്പെട്ടു. അതായത് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തു നിന്നുള്ള പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ടൈം ആയിരുന്നു അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ പറയാനാണെങ്കിൽ അമ്മയുടെ കൂടെ ഏകദേശം ഞാൻ ഇന്ത്യയിൽ കുറേ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. അതല്ലാതെ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞിട്ട് പറയാനായിട്ട് ഫസ്റ്റ് ടൈം ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഒരാൾ ക്രോഷേ വീഡിയോ ഇടുമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേ തവണ എൻ്റെ അടുത്ത് കമൻസിൽ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ക്രോഷേ ചെയ്യാൻ അറിയില്ല, ഞാൻ അതുകൊണ്ടാണ് ചെയ്യാത്തത്. അറിയുമെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യും. പിന്നെ ഞാൻ പഠിച്ചിട്ട് ചെയ്യാം, നമുക്ക് പഠിച്ചിട്ട് വീഡിയോ എന്തായാലും ചെയ്യാം. ഹൗ യു ഗെറ്റ് ഇൻ ടു ക്രാഫ്റ്റ്? അത് ഞാൻ പറയല്ലോ, മറ്റേ യൂട്യൂബ് ചാനൽ കുറേ കണ്ടിട്ടുണ്ട്. പിന്നെ അതല്ലാതെ പണ്ട് ഫോണും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലാത്ത സമയത്ത് TV-യിലെ മാഡ് റോബിൻ്റെ പരിപാടി, പിന്നെ മിസ്റ്റർ മേക്കർ എന്ന് പറഞ്ഞിട്ട് കൊച്ചി TV-യിലായിരുന്നു മിസ്റ്റർ മേക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മക്കളെ ഇതൊക്കെ എടുത്തിട്ട് വരുമോ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഓടിപ്പോയി പേപ്പറും കത്രിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് TV-യുടെ ഫ്രണ്ടിൽ ഇരുന്ന് വെട്ടും കുത്തുമൊക്കെ ആയിരുന്നു. അപ്പോൾ അതുവഴിയാണ് ഫസ്റ്റ് ക്രാഫ്റ്റിനോട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഡിഡ് യു എക്സ്പെക്ട് ദിസ് മച്ച് സബ്സ്ക്രൈബേഴ്സ്? അഫ്കോഴ്സ് നോട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ വേറെ ചാനൽസും ഉണ്ടായിരുന്നു. ഈവൻ ഒരു ചാനലിലൊക്കെ എന്ന് പറഞ്ഞാൽ 2 വർഷം എടുത്തിട്ടാണ് എനിക്ക് 5K സബ്സ്ക്രൈബർ, 5000 സബ്സ്ക്രൈബർ എനിക്ക് 2 വർഷം എടുത്തിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇതിലും അത്ര പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല ഞാൻ. പക്ഷെ എനിക്ക് പിന്നെ ഷോർട്സ് ആയതുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ
എൻ്റെ 5K ആയത് ലോങ് വീഡിയോസിന് മാത്രം ഇടുന്ന ചാനലിലാണ്. അപ്പോൾ യൂട്യൂബിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ ലോങ് വീഡിയോ ഇട്ട് കയറാനായിട്ട് നല്ലപോലെ പാടുപെടും. പക്ഷെ ഷോർട്സ് ഇട്ടിട്ട് പെട്ടെന്ന് കയറാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് മെയിനായിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കിട്ടുന്നത്. പിന്നെ അതല്ലാതെ പറയാനാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടു 2 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനെ 6 സബ്സ്ക്രൈബർ 7 സബ്സ്ക്രൈബർ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കിട്ടുന്നത്. ഞാൻ ഒരിക്കൽ പുറത്ത് പോയിട്ട് ഇങ്ങനെ സ്റ്റുഡിയോ എടുത്ത് നോക്കിയ സമയത്ത് പെട്ടെന്ന് 10 സബ്സ്ക്രൈബറായി. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 20 സബ്സ്ക്രൈബറായി. അപ്പോൾ അജിയുടെ അടുത്ത് ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അജിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഭയങ്കരമായിട്ട് കയറുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇട്ട വീഡിയോ മറ്റേ പറക്കുന്ന ഹാർട്ട്, അതും പിന്നെ മറ്റേ ഫോൺ സ്റ്റാൻഡ് ഉണ്ടാക്കിയ ആ ഒരു ലെഗോ അല്ല ബ്ലോക്സ് വെച്ചിട്ടുള്ള ഒരു ഫോൺ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ആ 2 വീഡിയോ ഒരുമിച്ച് നല്ല രീതിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കയറാൻ തുടങ്ങി. അങ്ങനെ 2 ദിവസത്തിനുള്ളിലാണ് നമുക്ക് 500 സബ്സ്ക്രൈബർ ആയത്. അപ്പം തന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ദിവസമായിട്ട് 1000 സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കയറുന്ന എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം അത്യാവശ്യം വീഡിയോ ക്വാളിറ്റി ഉണ്ടായിരുന്നു. കണ്ടന്റ് ഞാൻ നോക്കിയിട്ട് തന്നെ ഇടാറുള്ളത്. പക്ഷെ ഇത്ര പെട്ടെന്ന് 100K ആവുമെന്ന് ഞാൻ സത്യമായിട്ട് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫേവറേറ്റ് ഡ്രിങ്ക് സോഡ. ഏത് തരത്തിലുള്ള സോഡ തന്നാലും ഞാൻ കുടിക്കും. ഒരു ദിവസം 2 ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. പക്ഷെ ഒരു ദിവസം 2 ലിറ്റർ സോഡ കുടിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാലും കുടിക്കും. പിന്നെ ഫേവറേറ്റ് ടീച്ചർ എന്ന് പറയാനായിട്ട് അങ്ങനെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിൽ വിജയമാതയിൽ പഴയ കുറേ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതായത് പണ്ട് മുതലേ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കുറേ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഷീബ ടീച്ചർ, പുഷ്പ ടീച്ചർ, ഗിരിജ ടീച്ചർ, അങ്ങനെ കുറേ ടീച്ചേഴ്സ്. അവർ എനിക്ക് ഓൾ ടൈം ഫേവറേറ്റ്സ്. പിന്നെ ഫേവറേറ്റ് ഐസ്ക്രീം ചോക്ലേറ്റ് ഐസ്ക്രീം. ഫേവറേറ്റ് ഫ്ലവർ റോസസ് ഇഷ്ടമില്ലാത്ത ആരുമില്ലല്ലോ. പിന്നെ വിച്ച് ടൈം ഡു യു ഡു ക്രാഫ്റ്റ്സ്? മോർണിംഗ്, ഈവനിങ്, നൈറ്റ്. ഞാൻ എപ്പോഴും മോർണിംഗ് ആണ് സാധാരണ ചെയ്യാറുള്ളത്. കാരണം നമ്മൾ ഈ വിൻഡോൻ്റെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് രാവിലെ നല്ല ലൈറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പക്ഷെ പട്ടു ഇവിടെ തന്നെയാണ്. 2 ആഴ്ചയായിട്ട് പട്ടു ഇവിടെയാണ്. അപ്പോൾ അമ്മ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അമ്മ ടീച്ചറാണ്. അപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ 4:30 ആകുമ്പോഴേ തിരിച്ചു വരുമല്ലോ. അപ്പോൾ ആ ടൈം മൊത്തം ബേബി സിറ്റിംഗ് ഞാനാണ്. അപ്പോൾ അമ്മ വന്നതിന് ശേഷം വൈകുന്നേരം 4:30 മുതൽ 5:30 വരെ എനിക്ക് ക്ലാസ്സും ആയിരിക്കും. അപ്പോൾ 5:30 കഴിയുമ്പോൾ തന്നെ ഇരുട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എപ്പോഴും രാത്രിയാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ലൈറ്റ് ട്യൂബ് ഇതുവരെ ഇട്ടിട്ടില്ല. മറ്റേ CFL ബൾബൊക്കെയാണ് ഇട്ടിട്ടുള്ളത്, LED ബൾബ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സൈഡാണ് ബൾബ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അടിക്കുമ്പോൾ ഷാഡോ കറക്റ്റായിട്ട് അറിയും. ഇപ്പോൾ കുറേ പേര് എൻ്റെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയുന്നുണ്ടാവും. രാത്രി എടുക്കുന്നതുകൊണ്ട് ഷാഡോസ് നല്ലപോലെ അറിയുന്നുണ്ടാവും. ഈസ് യുവർ ഡ്രീം ടു ബിക്കം എ യൂട്യൂബർ? യെസ്, എനിക്ക് കണ്ടന്റ് ക്രിയേഷൻ ഭയങ്കര ഇഷ്ടമാണ്. പറ്റിയ ഒരു യൂട്യൂബർ ആവണമെന്നും പ്രൊഫഷനായിട്ട് എടുക്കണം. ഇത് യൂട്യൂബർ ഇൻ ദ സെൻസ് പ്രൊഫഷനായിട്ട് യൂട്യൂബ് എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ വേർ ഡിഡ് യു ഗെറ്റ് ദ നെയിം കടിൽ ക്ലൗഡ്? ഓഫ് കോഴ്സ് ChatGPT. അതായത് കോളേജിൽ എനിക്കിപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്നവർ ChatGPT ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മറ്റേ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ChatGPT കറക്റ്റായിട്ട് അറിയുന്നുണ്ടാവും. നമ്മൾ പ്രോജക്റ്റ് ജയിച്ച് പോകണം തന്നെ ChatGPTയുടെ ബലത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഫസ്റ്റ് ChatGPT എടുത്ത് പോവും. ഹലോ, ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം, അപ്പോൾ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞിട്ടായിരിക്കും. ChatGPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു AI ചാറ്റിംഗ് സംഭവമാണ്. അപ്പോൾ ChatGPT എല്ലാ യൂട്യൂബിന് പേരിടാനും ഞാൻ ChatGPTനെ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ChatGPT എടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയും. ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലാണ്, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവരിങ്ങനെ കുറേ പേരൊക്കെ ഇങ്ങനെ സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറയും ഇങ്ങനത്തെ അല്ല, നമുക്ക് കുറച്ച് മാജിക്കൽ പേരൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വരുമ്പോൾ കടിൽ ക്ലൗഡ്, പിക്സി ഡസ്റ്റ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കടിൽ ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ ഓർമ്മയുണ്ട്, നമ്മളൊരു ബ്ലൈൻഡ് ബാങ്കിൻ്റെ ഒരു ചാനൽ ഉണ്ടായിരുന്നു, അതിൻ്റെ പേരായിരുന്നു കടിൽ ക്ലൗഡ്. അപ്പോൾ എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എനിക്ക് അതേ പേരിട്ടിട്ട് തന്നെ ഈ ചാനൽ തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കഴിയാറ് ഇനി ഇത്രയും കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ നമിച്ചു. കാരണം ഞാനാണെങ്കിൽ പോലും വേറെ യൂട്യൂബേഴ്സിൻ്റെ ഒന്നും ഇത്രയും വീഡിയോസ് ഒന്നും ഇരുന്ന് കാണാറില്ല. ഹൂ സപ്പോർട്ടഡ് യു ടു സ്റ്റാർട്ട് ദിസ് ചാനൽ? അജി. പിന്നെ അജി തന്നെയാണ് എൻ്റെ എല്ലാ ഒട്ടുമിക്ക കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ട് നിൽക്കാറുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഐഫോൺ എടുത്തതിന് ശേഷം ഐഫോൺ വെച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് ഏറ്റവും പറ്റിയ നമ്മുടെ മെത്തേഡ് യൂട്യൂബ് ചാനൽ തന്നെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രാഫ്റ്റ് ചാനൽ എന്തെങ്കിലും റിയൽ വേൾഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഫേസ് കാണിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്കെന്തോ ഒരു അൺകംഫർട്ടബിൾ വേ ആണ്. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പം ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. എന്നാലും
ഇപ്പൊ പിന്നെയും ഓക്കെ ആയി വരുന്നുണ്ട്. പക്ഷെ അതല്ലാതെ ഫേസ് കാണിച്ച് എന്തെങ്കിലും കണ്ടന്റ് പ്രകാരം ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പൊ അതിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ക്രാഫ്റ്റും കാര്യങ്ങളും. പിന്നെ യൂട്യൂബിൽ തന്നെ ഇങ്ങനെ ചെയ്യുന്ന കുറേ പേരുണ്ടല്ലോ, സോണിയ ആർട്സ്, പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ. പിന്നെ ഹൗ യു ഗെറ്റ് 1 lakh ഫാസ്റ്റ്ലി, അത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല. പിന്നെ സത്യമായിട്ട് പറയാനാണെങ്കിൽ എൻ്റെ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ. കാരണം ഞാൻ വെറുതെ പറയുന്നതല്ല. കാരണം ഞാൻ യൂട്യൂബ് തുടങ്ങി 1 monthലായിരുന്നു, നമുക്ക് 1 month ആയപ്പോഴെന്തോയിരുന്നു 50K എന്തോ ആയിട്ടുണ്ടായിരുന്നു, അങ്ങനെ എന്തോആണ് എൻ്റെ ഓർമ്മ. ആ ഒരു ടൈം വരെ, ആ ഒരു ടൈം നല്ല ഒരു 2 months വരെ ഡെയിലി ഞാൻ 2 വീഡിയോ വെച്ച് പോസ്റ്റ് ചെയ്യുമായിരുന്നു. അതായത് ഒരു ദിവസം പോലും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല. എല്ലാ ദിവസവും 2 വീഡിയോ കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുമായിരുന്നു. അതല്ലാതെ കണ്ടന്റും ഞാൻ തപ്പി പിടിച്ച് പിൻട്രസ്റ്റിൽ നിന്ന് നല്ല നല്ല കണ്ടന്റ്സ് നോക്കുമായിരുന്നു. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം മേ ബി ഇതുകൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയെന്നുള്ളത് തോന്നിയിട്ടുള്ള. പിന്നെ അതല്ലാതെ വീഡിയോ ക്വാളിറ്റി, ഞാൻ അത്യാവശ്യം ഞാനിപ്പോൾ iPhone 15ലാണ് വീഡിയോ എടുക്കാറ്. വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ 4K 60 FPS ഇട്ടിട്ടൊക്കെ ആയിരുന്നു വീഡിയോ എടുക്കാറ്. അപ്പോൾ നല്ല ക്ലാരിറ്റി ആയിരിക്കും. അപ്പോൾ കുറേ പേര് എങ്ങനെ ഇത്ര ക്ലാരിറ്റി എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഐഫോണിൻ്റെ ക്യാമറയാണ്. പിന്നെ അതല്ലാതെ അതിൽ തന്നെ നമ്മൾ 4K റെസൊല്യൂഷൻ 60 FPS ഒക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ സ്പേസ് നല്ലപോലെ കൺസ്യൂം ചെയ്യും. അതായത് ഇപ്പോൾ ഒരു 10 സെക്കൻഡ് വീഡിയോ നമ്മൾ നോർമൽ HD ക്ലാരിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പം എന്താ പറയുക, ഒരു 20 MB 30 MB ആവുന്ന സ്ഥാനത്ത് നമ്മളിപ്പോൾ 4K വെച്ചിട്ട് എടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 100 MB 200 MB അത്രയും സ്പേസ് കൺസ്യൂം ചെയ്യും. പക്ഷെ വീഡിയോ ക്വാളിറ്റി ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പോൾ വീഡിയോ ക്വാളിറ്റി, പിന്നെ കൺസിസ്റ്റൻസി, മെയിനായിട്ട് കൺസിസ്റ്റൻസി. വീഡിയോ ക്വാളിറ്റി എന്നൊന്നും പറയില്ല. അതായത് നമുക്ക് ഏത് ഫോൺ ഉണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ മുമ്പത്തെ ബ്ലൈൻഡ് ബാഗ് വീഡിയോ ആയാലും ഞാൻ ഈ ഓപ്പോ വെച്ചിട്ട് തന്നെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഏത് സംഭവം ഉണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇട്ട് പോയാൽ മതി. അതായത് ഷോർട്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് ഗെയിൻ ചെയ്യാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ ലോങ് വീഡിയോ ആണെങ്കിൽ അത് ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ വീഡിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഷോർട്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവരുടെ ഫീൽഡിലും പോകണോണ്ട് പുതിയ വ്യൂവേഴ്സിൻ്റെ അടുത്ത് റീച്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അടുത്തത് നെക്സ്റ്റ് ഗിവ് അവേയുടെ കാര്യമായിരുന്നു ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. 100K ഗിവ് അവേ ഉണ്ട്, മറന്നിട്ടൊന്നുമില്ല. ഞാൻ ആക്ച്വലി സാധനങ്ങൾക്കൊക്കെ ഓർഡർ കൊടുത്തിട്ട് ഇത്രയും ദിവസമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. ഞാൻ ആക്ച്വലി ഈ വെക്കേഷൻ ടൈമിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളിപ്പോൾ എനിക്ക് ഇതിൽ ഏത് ക്രൈറ്റീരിയ കൊടുക്കണമെന്ന് എനിക്ക് സത്യമായിട്ട് ഒരു അറിവില്ല. അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കുമല്ലോ. അതായത് ഞാനിപ്പോൾ എന്തെങ്കിലും സാധനം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ തവണത്തെ പോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാലും വെക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ആമസോൺ ചതിച്ചു. സാധനം ഇതുവരെ എൻ്റെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അടുത്തന്നെ കിട്ടും. മാക്സിമം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ പറ്റിയ വെക്കേഷൻ ടൈമിൽ തന്നെ ഇടാൻ നോക്കാം. പക്ഷെ നിങ്ങളുടെ വെക്കേഷൻ പെട്ടെന്ന് കഴിയും. നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ സാധനം കിട്ടാത്തതുകൊണ്ടാണ്. മോസ്റ്റ് ഫേവറേറ്റ് ഡേ ആൻഡ് വൈ. മോസ്റ്റ് ഫേവറേറ്റ് ഡേ എനിക്ക് എന്താ ചോദിച്ചത് മനസ്സിലായിട്ടുണ്ടല്ലോ. മോസ്റ്റ് ഫേവറേറ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേയിൽ ഇഷ്ടപ്പെട്ട ഡേ ആണെന്നാണോ അല്ല വർഷത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ദിവസമാണോ എനിക്കറിയില്ല. പക്ഷെ എന്നാലും January 3rd അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം എനിക്ക് ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആരെങ്കിലും ഗിഫ്റ്റ് തരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ January 3rd എൻ്റെ ബർത്ത്ഡേ ആണ്, അമ്മയുടെ ബർത്ത്ഡേ ആണ്. പിന്നെ അതല്ലാതെ ആ ദിവസം എനിക്ക് കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് എനിക്ക് ആ ദിവസം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതല്ലാതെ December 25th ക്രിസ്മസ് ദിവസം എന്ന് പറയാൻ പറ്റില്ല, December 1st. എനിക്ക് ഡിസംബർ തുടങ്ങുന്ന ദിവസം മുതൽ ഭയങ്കര സന്തോഷമാണ്. ഒന്ന് ന്യൂ ഇയർ, അടുത്തത് എൻ്റെ ബർത്ത്ഡേ. ഞാൻ എപ്പോഴും ഇങ്ങനെ അറിയുന്നവരത്തൊക്കെ പറയും എനിക്ക് ആ ഒരു ടൈം ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഡിസംബർ എന്ന് പറയുമ്പോൾ മറ്റേ ക്രിസ്മസ് ആയിരിക്കും. ക്രിസ്മസ് കഴിയുമ്പോൾ ന്യൂ ഇയർ വരും. ന്യൂ ഇയർ കഴിയുമ്പോൾ എൻ്റെ ബർത്ത്ഡേ വരും എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പറയാറുണ്ട്. പിന്നെ അതല്ലാതെ ഈ വീക്കെൻഡ് ഡേയ്സ് ആ ഒരു രീതിയിലൊക്കെയാണ് ഉദ്ദേശിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡേ. കാരണം ഫ്രൈഡേ ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും 2 ദിവസം ഇനി ലീവാണ്, സമാധാനം. ആ ഒരു ദിവസത്തിന്റെ സമാധാനം നമുക്ക് ഇതുവരെ കിട്ടില്ലല്ലോ. ഡിഡ് പാരന്റ്സ് അലോ യു ടു സ്റ്റാർട്ട് ചാനൽ? അഫ്കോഴ്സ്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും വെക്കാറില്ല. അതായത് ഇങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ പോലത്തെ പാരന്റ്സ് അല്ല. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അമ്മയായാലും എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടാണ്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ആദ്യമൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. ഒരു സർട്ടൻ നമ്പർ സബ്സ്ക്രൈബേഴ്സും പിന്നെ മോണിറ്റൈസ്ഡ് ഒക്കെ ആവാറായ സമയത്ത് എന്തുവാണ് അമ്മ അറിഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ അടുത്തത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് തിങ്സ് അബൌട്ട് യു. പോസിറ്റീവ് കാര്യം എന്ന് പറയാനാണെങ്കിൽ ഞാൻ നല്ല ഫ്രണ്ട്ലിയാണ്. ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും അല്ല. നമുക്ക് ഇപ്പോൾ ഈവൻ ഇപ്പം തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിക്കുകയാണെങ്കിൽ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഇരുന്നിട്ട്
ഹലോ, ഞാനാണ് കടിൽ ക്ലൗഡ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഈവൻ വീഡിയോ എടുക്കുക എൻ്റെ ഫ്രണ്ടിൽ എന്നെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിലും എൻ്റെ മൈൻഡിൽ മൊത്തം നിങ്ങളിങ്ങനെ നിരന്നിരിക്കുന്ന പോലെയാണ്. അതായത് ഞാൻ നിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് സംസാരിക്കണം എന്നുള്ള രീതിയിലേക്ക് വിചാരിക്കും. അപ്പം ഇപ്പം നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറേ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ പേരെന്നല്ല, എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ കുറേ പേര് കമൻസ് വഴി എനിക്ക് അറിയാം. പേഴ്സണലി അറിയില്ല, പക്ഷെ കമൻസിൽ നിങ്ങളുടെ DP പേര് കറക്റ്റായിട്ട് അറിഞ്ഞില്ലെങ്കിലും DP വെച്ചിട്ട് എനിക്ക് അറിയാൻ പറ്റും. കാരണം നമ്മൾ ആ DP നമ്മുടെ മൈൻഡിലുണ്ടാവും. അപ്പം നമ്മളിങ്ങനെ കമൻസ് ഇങ്ങനെ താഴെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതേ DP കുറേ തവണ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ആ രീതിയിൽ നിങ്ങൾ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നല്ല ഫ്രണ്ട്ലി. അപ്പം ഞാൻ പോസിറ്റീവായിട്ട് പറയാനാണെങ്കിൽ ഞാൻ നല്ല ഫ്രണ്ട്ലിയാണ്. സംസാരിക്കുകയാണെങ്കിൽ നല്ലപോലെ സംസാരിക്കും, വളവളാന്ന് ഇരുന്ന് സംസാരിക്കും. പിന്നെ സംസാരിച്ചില്ലെങ്കിൽ ഞാനങ്ങനെ ഷൈ ആയിട്ട് ഇങ്ങനെ ഇരിക്കാറ്. പിന്നെ നെഗറ്റീവ് തിങ് എന്ന് പറയാനാണെങ്കിൽ ഞാൻ എല്ലാം തലയിലെടുക്കും. അതായത് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സാധനവും തലയിൽ തന്നെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. നമുക്ക് ആ സാധനങ്ങളൊക്കെ വിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാലേ നടക്കുള്ളൂ. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ യൂട്യൂബിലായാലും ആരെങ്കിലും ഒരാൾ, അതായത് 100 കമൻസിൽ 99 പേര് അടിപൊളി എന്ന് പറഞ്ഞാലും ഏതെങ്കിലും ഒരാൾ കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ കൊള്ളില്ല എന്ന് പറഞ്ഞു, അതെന്താ അങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഞാൻ നടക്കാറ്. അപ്പോൾ അത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. എന്നെ പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളവരോട് പറയാനുള്ളത്, നമുക്ക് ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആരെയും നോക്കണ്ട, ആരോടും ചോദിക്കണ്ട. അതായത് എങ്ങനെ എടുക്കും, നന്നാവോ, കിട്ടുമോ, അങ്ങനെ ഒന്നും ആലോചിക്കണ്ട, സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം നമ്മൾ ഒരു 10 പേരോട് പറഞ്ഞിട്ട് അതിലൊരു 5 പേര് അയ്യേ യൂട്യൂബോ നിനക്കോ നിന്നെ കൊണ്ട് പറ്റുമോ, എങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് പോകും. അതുകൊണ്ട് ഒന്ന് ആരോടും നിങ്ങളുടെ പ്ലാൻ പറയണ്ട. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഫസ്റ്റ് ഒരു മനസ്സിലൊരു ഇതുണ്ടാവും. അതായത് അയ്യോ എങ്ങനെ എടുക്കും, ഇങ്ങനെ വെച്ചാൽ ശരിയാവോ, അങ്ങനെ വെച്ചാൽ ശരിയാവോ എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ എടുത്ത് തുടങ്ങുമ്പോൾ ഓ ഇങ്ങനെ വെച്ചാൽ നന്നായിരിക്കും നമ്മുടെ മൈൻഡിൽ തന്നെ തോന്നും. അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ മൈൻഡിൽ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒറ്റൊരു കാര്യം ആരോടും പറയണ്ട, അപ്പം തന്നെ തുടങ്ങുക. രാത്രിയാണ് ഐഡിയ വന്നതെന്ന് പറഞ്ഞാൽ രാത്രി തന്നെ ഫോൺ എടുക്കുക, ഒരു സൈഡിൽ വെക്കുക, വീഡിയോ ചെയ്യുക. അടുത്തത് ഹൗ മെനി ഇയേഴ്സ് ഇൻ യൂട്യൂബ്. ഹൗ മെനി ഇയേഴ്സ് ഇൻ യൂട്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2 ഇയേഴ്സ് 2 or 3 ഇയേഴ്സ്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ആ ഒരു ടൈം മുതലാണ് ഞാനൊരു 3 ഇയേഴ്സ്, മാക്സിമം ഒരു 3 ഇയേഴ്സ് തുടങ്ങിയാണ് നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ക്രാഫ്റ്റ് യുവർ മോസ്റ്റ് പ്രൗഡ് ഓഫ് മൂൺലാൻഡ്, അത് ഞാൻ സത്യമായിട്ട് അങ്ങനെ എക്സ്പെക്ട് ചെയ്യും. ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാണുന്ന പോലെ അല്ല, നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ആ ഒരു ക്രാഫ്റ്റ് ഞാൻ ഭയങ്കര പ്രൗഡാണ്. പിന്നെ പിൻട്രസ്റ്റ് നല്ലതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിൻട്രസ്റ്റ് നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം, ഇന്ന് രാവിലെ ഞാൻ കമന്റ് ബോക്സ് എടുത്ത സമയത്ത് ആരോ ഒരാൾ ബാങ്ക് അക്കൗണ്ട് പാസ്വേഡ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വേണ്ട. പിൻട്രസ്റ്റിൽ നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് വേണം, അത്രയേ ഉള്ളൂ. അതിൻ്റെ ജിമെയിലിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ വെച്ച് ലോഗിൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. അതല്ലാതെ ബാങ്ക് അക്കൗണ്ട് പാസ്വേഡ് ഒന്നും എവിടെ കൊണ്ട് കൊടുക്കല്ല കേട്ടോ. പിന്നെ ഐസ്ക്രീം ഓർ ചോക്ലേറ്റ് ഐസ്ക്രീം, ക്യൂട്ട് ഓർ എസ്തെറ്റിക്. എനിക്ക് എസ്തെറ്റിക്കിനോടാണ് കുറച്ചുകൂടി ഇഷ്ടം തോന്നുന്നു. ഇപ്പം ഈ ചാനൽ തുടങ്ങി ചെയ്ത് ക്യൂട്ടൊക്കെയാണ്, പക്ഷേ ക്യൂട്ടും എസ്തെറ്റിക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. വിൻറ്റേജ് ഓർ കവായി, എനിക്ക് വിൻറ്റേജ് അത്ര ഇഷ്ടമല്ല. പിന്നെ ലൈഫ് ബിഫോർ യൂട്യൂബ് ആൻഡ് ആഫ്റ്റർ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലൈഫ് ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ടും എൻ്റെ വേറെ ചാനൽസ് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഒരു വ്യത്യാസവും ഇല്ല. അതായത് നമ്മൾ നോർമലായിട്ട് റുട്ടീൻ പോകും, പിന്നെ രാത്രി കിടക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ കമന്ന് കിടന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്യും, ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ടൊരു കണ്ടന്റ് ചെയ്യണോണ്ട് തന്നെ ഇരുന്ന് പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്കൊരു റുട്ടീനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതായത് രാവിലെ എഴുന്നേക്കും, ഇവിടെ വരും, പണിയെടുക്കും, ആ ഒരു ടൈപ്പ് റുട്ടീൻ വന്നു. പിന്നെ അതല്ലാതെ ഞാൻ കഴിഞ്ഞ ദിവസം അജീരുടെ അടുത്ത് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈവൻ ഇഫ് നമ്മളൊരു എന്തെങ്കിലും ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഡെയിലി വ്ളോഗോ അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈവൻ നമ്മൾ ഫേക്ക് ചെയ്ത് ചെയ്യാന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. അതായത് നമുക്ക് ഓരോ ഡേയ്സ് ഓരോ പോലെയാണ്, ഓരോ രീതിയിലായിരിക്കും ചെയ്യുക. പക്ഷേ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് രാവിലെ എഴുന്നേക്കും, ഞാൻ ചായ കുടിക്കും, ബെഡൊക്കെ മടക്കി വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ എന്നാലും ഞാനൊന്നും ബെഡ് മടക്കി വെക്കാറില്ല. അതുകൊണ്ട് തന്നെ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ബെഡ് മടക്കുന്നൊക്കെ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ അറിയുന്നവരൊക്കെ കൊള്ളാലോ എന്ന് പറഞ്ഞ പോലെ നോക്കിയിരിക്കും. അപ്പം എന്തായാലും പക്ഷെ എൻ്റെ മൈൻഡിൽ തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാലും ആ ഒരു ഡേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ശരിയല്ലേ? അതായത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, യുവർ ഏജ് യൂസർ LR4RE9SU എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ, എൻ്റെ ഏജ് 21.
അപ്പോൾ നമ്മൾ യൂട്യൂബിന് വേണ്ടി ചെയ്യാനാണെങ്കിലും ആ ഒരു ദിവസം ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു എന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡേ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മൈൻഡിൽ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹാബിറ്റ്സ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതായത് ജേർണലിംഗ് ഒന്നും ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ പറഞ്ഞില്ല എനിക്കിങ്ങനെ പേപ്പർ വെട്ടി ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം വൈകുന്നേരം എനിക്ക് മൈൻഡിൽ എന്തെങ്കിലും ഒരു തോന്നലോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനൊരു മൂഡ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ക്യാൻഡിൽ കത്തിച്ചു. ഞാനൊന്നും വീഡിയോ പോലും എടുക്കാറില്ല. എനിക്ക് വേണ്ടി ചെയ്യണമെന്നുള്ള രീതിയിൽ ഞാൻ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് എഴുതും. പലപ്പോഴും അങ്ങനെ ജേർണലിംഗ് പറഞ്ഞാൽ അതും ഇതൊക്കെ കീറി ഒട്ടിക്കുക പോലും ഇല്ല, നമുക്ക് തോന്നുന്നതൊക്കെ എഴുതുമായിരിക്കും. അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബിഫോർ യൂട്യൂബ്, ഈവൻ യൂട്യൂബ് എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്തും ഞാൻ എനിക്ക് റൊട്ടീനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ഞാൻ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ എൻ്റെ ലൈഫിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ Q&A കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് തന്നെ ഒരു 3/4 മണിക്കൂർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കുറച്ച് അങ്ങനെ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യമായതുകൊണ്ട് അവിടെ എവിടെയും കട്ട് ചെയ്ത് കളയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കാണേണ്ടവർ എന്തായാലും കാണുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ Q&A വീഡിയോ. ഇനി മുതലുള്ള വീഡിയോസിലൊക്കെ ഈ മുഖം കാണുന്നതായിരിക്കും. അപ്പം എന്തായാലും എന്നെ എവിടെയെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് പറയാം. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പുറത്തു പോയ സമയത്ത് ഒരു കുട്ടി കുറേ ഫെവിക്കോളും സെല്ലോ ടേപ്പും അതും ഇതൊക്കെ വാങ്ങിച്ചു. എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കണം ഈ കുട്ടിയൊക്കെ ചാനലൊക്കെ കാണുന്നുണ്ടാവും. കാരണം ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സ്കൂളിൽ വർക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. എനിക്കറിയില്ല. സ്കൂൾ കഴിഞ്ഞതോടെ സ്കൂളിൽ എന്തൊക്കെ നടക്കുന്നതൊന്നും അറിയുന്നില്ല. എന്നാലും ഞാനിങ്ങനെ അമ്മയടുത്ത് പറയായിരുന്നു, ചെന്ന് ചോദിച്ചാലോ കടൽ ക്ലൗഡൊക്കെ കാണുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം എന്നെ വല്ലവിടെ കണ്ടിട്ടുണ്ടോ എന്ന് പറയാം. പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.